ആകർമ്മേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवते हे चण्डमुण्डाग्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे सुम्भध्वंसिनि संहराशुदुरितं दुर्गे नमस्तेऽम्बिके. ദേവിമാഹാത്മ്യം. സുംഭനിസുംഭന്മാരുടെ വധം, ദേവിയുടെ വധം. ദേവി അവരെ വധിച്ചത് തുടരുകയാണ്. യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. സുംഭമുക്തൻ ശരൻ ദേവി സുംഭസ്തത്പ്രഹിതൻ ശരൻ ചിച്ഛേദ സ്വശരൈരുഗ്രൈഃ ശതശോധ സഹസ്രശഃ. അഥ അനന്തരം സുംഭമുക്താൻ ശരാൻ ദേവി സുംഭനാൽ മുക്തങ്ങളായിട്ട ശരങ്ങളെ, സുംഭമുക്താൻ സുംഭൻ മോചിപ്പിച്ചതായ ശരങ്ങളെ, സുംഭൻ ദേവിക്ക് നേരെ അയച്ചതായ ശരങ്ങളെ ദേവിയും സുംഭ തത്പ്രഹിതാൻ ശരാൻ സുംഭൻ തൽപ്രഹിതാൻ വെച്ചാൽ ദേവിയാൽ പ്രഹിതങ്ങളായ, ദേവി അയച്ചതായിട്ടുള്ള ശരങ്ങളെ സുംഭനും, സുംഭ തൽപ്രഹിതാൻ ദേവി അയച്ചതായിട്ടുള്ള ശരങ്ങളെ സുംഭൻ അയച്ച ശരങ്ങളെ ദേവിയും, ദേവി അയച്ച ശരങ്ങളെ സുംഭനും ഛേദിച്ചു. എങ്ങനെ? സ്വശരൈഹി ഉഗ്രൈഹി സ്വശരൈഹി, ഉഗ്രങ്ങളായ തങ്ങളുടെ ശരങ്ങളെ കൊണ്ട്, സുംഭൻ അയച്ചതായ ശരങ്ങളെ തൻ്റെ ശരങ്ങളെ കൊണ്ട് ദേവിയും, ദേവി അയച്ച ശരങ്ങളെ തൻ്റെ ശരങ്ങളെ കൊണ്ട് സുംഭനും ഛേദിച്ചു, രണ്ടും മുറിച്ചു എന്നാണ് അർത്ഥം. ചിച്ഛേദ സ്വശരൈഹി ഉഗ്രൈഹി ശതശോധ സഹസ്രശഃ. ഒന്നും രണ്ടൊന്നുമല്ല, നൂറുകണക്കിനും ആയിരക്കണക്കിനും ഉള്ളതായ അസ്ത്രങ്ങളെയാണ് രണ്ടുപേരും ഛേദിച്ചത്. ദേവി നൂറുകണക്കിന് ആയിരക്കണക്കിനും ശസ്ത്രങ്ങളെ അയച്ചു. അതിനെയെല്ലാം സുംഭൻ തൻ്റെ ശരങ്ങളെ കൊണ്ട് ഭേദിച്ചു. സുംഭൻ അയച്ചതായിട്ടുള്ള നൂറുകണക്കിനും ആയിരക്കണക്കിനും ഉള്ളതായിട്ടുള്ള ശരങ്ങളെ ദേവിയും തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് ഛേദിച്ചു എന്ന് സാരം. ശതശോധ സഹസ്രശഃ, ശതശഃ നൂറുകണക്കിനും ആയിരക്കണക്കിനുമായിട്ടുള്ള അസ്ത്രങ്ങളെ, അങ്ങനെ അന്യോന്യം അയച്ചതായ ശസ്ത്രങ്ങളെ ഛേദിച്ചു. തതസാ ചണ്ഡിക ക്രുദ്ധ ശൂലേന അഭിജഘാനതം സതദാഭിഗതോ ഭൂമൗ പൂർച്ഛിതോ നിപപാതഃ. തഥാ അനന്തരം സാ ചണ്ഡിക, ആ ചണ്ഡിക ക്രുദ്ധയായിട്ട് കോപത്തോടുകൂടി ശൂലേന അഭിജഘാനതം, ശൂലം കൊണ്ട് ആ സുംഭനെ എറിഞ്ഞു. അഭിജഘാന പ്രഹരിച്ചു. ആ തൻ്റെ ശൂലത്തെ സുംഭൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു എന്ന് സാരം. ശൂലം കൊണ്ട് സുംഭനെ പ്രഹരിച്ചു ദേവി എന്നാണ്. സ തദാഭിഗത, ആ ശൂലത്തിൻ്റെ അഭിഘാതം കൊണ്ട്, അതുകൊണ്ട് കീറി, അഭിഗതനായിട്ട് മുറിവ് പറ്റിയതായി. ഭൂമൗ നിപപാത, ഭൂമിയിൽ നിപതിച്ചു. സുംഭൻ ദേവി ശൂലമെറിഞ്ഞതായിട്ടുള്ള സമയത്ത് സുംഭൻ ഭൂമിയിൽ വീണു എന്നാണ്. ഈ ശൂലത്തിൻ്റെ പ്രഹരം കൊണ്ട് ഭൂമിയിൽ വീണു സുംഭൻ എന്നാണ്. മൂർച്ഛയോടുകൂടി മൂർച്ഛിച്ചുകൊണ്ട് ബോധം കെട്ട് ഭൂമിയിൽ വീണു സുംഭൻ എന്നാണ്. തതോ നിസുംഭ സംപ്രാപ്യ ചേതനാമാപ്ത കാർമുകഃ ആജഘാന ശരൈർദേവീം കാളീം കേസരിണം തതഃ അനന്തരം നിസുംഭൻ, അപ്പം നിസുംഭൻ ആദ്യം മൂർച്ഛിച്ച് കിടക്കുകയായിരുന്നു. ആ നിസുംഭൻ അപ്പോഴേക്കും മൂർച്ച മാറിയിട്ട് വന്നു എന്നാണ്. തതോ നിസുംഭ സംപ്രാപ്യ ചേതനാം സംപ്രാപ്യ, ചേതനയെ പ്രാപിച്ചിട്ട് ആ മൂർച്ച വിട്ടിട്ട് കാർമുകമെടുത്തു, വില്ലെടുത്തു. ആപ്തകാർമുക സ്വീകരിച്ച കാർമുകത്തോടു കൂടിയവനായിട്ട് ആജഘാന ശരൈർദേവീം, ശരൈഹി ദേവീം ആജഘാന, ശരങ്ങളെ കൊണ്ട് ദേവിയെ പ്രഹരിച്ചു. സുംഭൻ നിപതിച്ചപ്പോൾ നിസുംഭൻ അപ്പോഴേക്കും ബോധം തെളിഞ്ഞ് ദേവിയെ കാർമുകമെടുത്ത് ശരങ്ങളെ കൊണ്ട് ദേവിയെ പ്രഹരിച്ചു എന്നാണ്. ആജഘാന ശരൈർദേവീം, ദേവിയെ ആജഘാന പ്രഹരിച്ചു. കാളിയും കേസരിണം തഥാ, കാളിയെയും കേസരിയെയും, ചണ്ഡികയെയും കാളിയെയും കേസരിയെയും, അതായത് സിംഹത്തിനെയും ഒക്കെ പ്രഹരിച്ചു ശരങ്ങളെ കൊണ്ട് നിസുംഭൻ എന്നാണ്. പുനശ്ച കൃത്വാ ബാഹൂനാമയുധം ധനുരീശ്വര
ചക്രായുധേന ധനുജ ചണ്ഡികം പുനശ്ച വീണ്ടും കൃത്വാ ബാഹൂനാമയുധം കൃത്വാ 10000കണക്കിന് കൈകളുണ്ടായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ ആ അയുധം ബാഹുക്കളുടെ അയുധത്തെ 10000, അയുധം 10000 കൈകൾ കൊണ്ടും ധനുജേശ്വര ആ അസുരശ്രേഷ്ഠൻ ചക്രായുധേന ധനുജ ഛാദയാമാസ ചണ്ഡികം. ചക്രായുധം കൊണ്ട് ധനുജൻ ആ അസുരൻ ഛാദയാമാസ ചണ്ഡികയെ അങ്ങോട്ട് മറച്ചു. ആ ചക്രായുധം കൊണ്ട് ദേവിയെ മറച്ചു എന്നാണ്. ചണ്ഡികാം ഛാദയാമാസ, ചണ്ഡികയെ മറച്ചു. തതോ ഭഗവതി ക്രുദ്ധ ദുർഗാർത്തിനാശിനി ചിച്ഛേദതാനി ചക്രാണി സ്വശരൈസായകംശ്ചതാൻ. തതഃ അപ്പോൾ അനന്തരം ഭഗവതിയായ ചണ്ഡിക ക്രുദ്ധയായി ദുർഗാർത്തിനാശിനി, ദുർഗങ്ങളുടെ എല്ലാറ്റിൻ്റെയും ആർത്തിയെ നശിപ്പിക്കുന്നതായിട്ടുള്ള, ദുർഗം എന്ന് വെച്ചാൽ കടക്കാൻ പ്രയാസമായിട്ടുള്ള എല്ലാവരുടെയും ആർത്തിയെ നശിപ്പിക്കുന്നതായിട്ടുള്ള, എല്ലാ ആർത്തികളെയും ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ദുർഗ ചിച്ഛേദ താനി ചക്രാണി, ആ നിസുംഭൻ അയച്ചതായിട്ടുള്ള ചക്രങ്ങളെ എല്ലാം ഛേദിച്ചു. സ്വശരൈഹി, എങ്ങനെ തൻ്റെ ശരങ്ങളെ കൊണ്ട്, സ്വശരൈഹി തൻ്റെ ശരങ്ങളെ കൊണ്ട് ദേവി ആ നിസുംഭൻ അയച്ചതായിട്ടുള്ള ചക്രങ്ങളെ മുഴുവൻ ഛേദിച്ചു എന്നാണ്. ചിച്ഛേദ താനി ചക്രാണി സ്വശരൈഹി സായകാംശ്ചതാൻ, തൻ്റെ ശരങ്ങളെ കൊണ്ട് ആ സായകങ്ങളെയും നിസുംഭനയച്ചതായ സായകങ്ങളെയും അസ്ത്രങ്ങളെയും ചക്രങ്ങളെയും ഛേദിച്ചു എന്നാണ്. ദേവി തൻ്റെ ശരങ്ങളെ കൊണ്ട് നിസുംഭനയച്ചതായ ചക്രങ്ങളെയും സായകങ്ങളെയും അസ്ത്രങ്ങളെയും ഒക്കെ ഛേദിച്ചു എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.